ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടോ? ബാങ്ക് എത്ര തുക നിങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം? നമസ്കാരം, ഞാൻ അഭിലാഷ് നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നതിലും സുരക്ഷിതമാണ് എന്ന് കരുതി ബാങ്ക് ലോക്കറിൽ സൂക്ഷിക്കുന്നവരാണ് നമ്മളിൽ പലരും. വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്ന് പറയുമ്പോൾ സ്വർണമോ രത്നങ്ങളോ ഡയമണ്ടോ മുതൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഡോക്യുമെൻറ്റോ ഒക്കെയാകാം. വിലപ്പെട്ട സാധനങ്ങൾ ഭദ്രമായി സൂക്ഷിക്കാൻ ബാങ്ക് ലോക്കർ തിരഞ്ഞെടുക്കുന്നവർ ലോക്കറിൻ്റെ വലിപ്പത്തിനും ബ്രാഞ്ചിനും അനുസരിച്ച് ഒരു നിശ്ചിത തുക പ്രതിവർഷം ബാങ്കിന് നൽകണം, വാടകയായി നൽകണം. ബാങ്ക് ലോക്കർ ഉടമകൾ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വാടക പൂർണ്ണമായും ബാങ്കിന് നൽകണം. മാത്രമല്ല, ബാങ്കും ലോക്കർ ഉടമയും തമ്മിൽ ഒരു കരാറിൽ ഒപ്പിടേണ്ടതുമുണ്ട്. ഉപഭോക്താക്കൾക്ക് പുതിയ ലോക്കർ കരാർ നൽകാനും RBI ബാങ്കുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ലോക്കർ തുറക്കുന്നതിന് മുമ്പ് ബാങ്ക് പ്രോട്ടോകോൾ പാലിക്കും. ഇത്രയൊക്കെ നടപടിക്രമങ്ങൾ പാലിച്ച് നമ്മൾ എടുക്കുന്ന ലോക്കറിൽ നിന്നും നമ്മളുടെ വിലപ്പെട്ട സാധനങ്ങൾ നഷ്ടപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? തീപിടുത്തം, മോഷണം, കവർച്ച, കെട്ടിട തകർച്ച തുടങ്ങിയ സംഭവങ്ങൾ കാരണമോ ബാങ്കിന്റെ അശ്രദ്ധ മൂലമോ ലോക്കറിലുള്ള വസ്തുക്കൾക്ക് കേടുപാടുകൾ ഉണ്ടാവുകയാണെങ്കിൽ ബാങ്ക് ആ ബാധ്യത ഏറ്റെടുക്കണം. അതായത് ലോക്കറിന്റെ നിലവിലുള്ള വാർഷിക വാടകയുടെ 100 ഇരട്ടിക്ക് തുല്യമായ തുക ബാങ്കുകൾ അടയ്ക്കാൻ ബാധ്യസ്ഥരാണ്. ഉദാഹരണമായി, ലോക്കർ വാടക 2000 രൂപയാണെങ്കിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന തുക പരിഗണിക്കാതെ ബാങ്ക് 2 ലക്ഷം രൂപ വരെ നൽകണം. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBIയുടെ വെബ്സൈറ്റ് അനുസരിച്ച് തീപിടുത്തം, മോഷണം, കവർച്ച, കെട്ടിട തകർച്ച തുടങ്ങിയ സംഭവങ്ങൾ കാരണം ലോക്കറിൽ സൂക്ഷിച്ച വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ ബാങ്കുകളുടെ ബാധ്യത ലോക്കറിന്റെ നിലവിലുള്ള വാർഷിക വാടകയുടെ 100 ഇരട്ടിക്ക് തുല്യമായിരിക്കും. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ ലോക്കറുകളിൽ കറൻസി സൂക്ഷിക്കാൻ അനുവദിക്കുന്നില്ല. വിലപിടിപ്പുള്ള ആഭരണങ്ങളും വിലപ്പെട്ട രേഖകളും നിയമാനുസൃതം സൂക്ഷിക്കാൻ മാത്രമാണ് അനുവദിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.